ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ആദ്യത്തെ ഏകദിനം അത് ഇന്നായിരുന്നു. ഇന്ത്യ ഇപ്പോൾ കളി ജയിച്ചിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ടാണ് ഇന്ത്യ കളി ജയിച്ചത്. സൗത്ത് ആഫ്രിക്ക 116 റൺസിൽ ഓൾ ഔട്ടായി. സെക്കൻഡ് ബാറ്റിംഗിൽ ഇന്ത്യ അനായാസമായിട്ട് കളി ജയിച്ചു. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഏകദിനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ടോസ് ലഭിച്ച സൗത്ത് ആഫ്രിക്ക ഇന്ന് ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത്. തുടക്കം തന്നെ അവർക്ക് പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ത്യൻ ബൗളേഴ്സ് സൗത്ത് ആഫ്രിക്കൻ ടീമിനെ പഞ്ഞിക്കിട്ടു. മികച്ച ബൗളിംഗ് പ്രകടനമാണ് ഹർഷദീപ് സിംഗ് കാഴ്ചവെച്ചത്. 5 വിക്കറ്റ് താരമെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആവേശ് ഖാൻ 4 വിക്കറ്റും എടുത്തു. 3 റൺസിൽ അവരുടെ 2 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് സൗത്ത് ആഫ്രിക്ക നന്നായിട്ട് കളിച്ചു. എന്നാൽ ഇന്ത്യ ബൗളിങ്ങിൽ പിടിമുറുക്കിയപ്പോൾ അവരുടെ വിക്കറ്റുകൾ ഓരോന്നായി പോയിക്കൊണ്ടേയിരുന്നു. 73 റൺസിൽ 8 വിക്കറ്റ് എന്ന അവസ്ഥയിലേക്ക് സൗത്ത് ആഫ്രിക്ക കൂപ്പുകുത്തി. T20യേക്കാൾ മോശം കളിയാണിന്ന് സൗത്ത് ആഫ്രിക്ക കാഴ്ചവെച്ചത്. ഒരു ആവേശകരമായ മത്സരമെന്ന് കാണാൻ സാധിക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. എന്നാൽ സൗത്ത് ആഫ്രിക്ക ഇങ്ങനെ നാണം കെട്ട് തോൽക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. ഹർഷദീപ് സിംഗ് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. താരത്തിന്റെ ബൗളിങ്ങിൽ ബാറ്റ് വയ്ക്കാൻ ഭയപ്പെടുന്ന സൗത്ത് ആഫ്രിക്കൻ ടീമിനെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അതുപോലെ തന്നെ ആവേശ് ഖാനും മികച്ച ബൗളിംഗ് ആണ് പുറത്തെടുത്തത്. അങ്ങനെ സൗത്ത് ആഫ്രിക്ക 27 ഓവറിൽ 116 റൺസിൽ ഓൾ ഔട്ടായി. ഇത്രയും ചെറിയ സ്കോറിൽ അവർ ഓൾ ഔട്ട് ആകുമെന്ന് ആരും തന്നെ കരുതിയില്ല. പിന്നീട് ഇന്ത്യ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. സായ് സുദർശനും ഋതുരാജുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ഇന്ത്യ സ്റ്റാർട്ടിംഗ് തന്നെ അടിച്ചു കളിച്ചു. 3 ഓവറിൽ ഇന്ത്യ 30 റൺസ് എത്തിയിരുന്നു. സായ് സുദർശൻ ഇറങ്ങിയതും അടിച്ചു കളിച്ചു. പിന്നീട് 3-ാം ഓവറിൽ ഋതുരാജ് ഔട്ടായി. പക്ഷേ സൗത്ത് ആഫ്രിക്കൻ ടീമിനെ ഇന്ത്യൻ ടീമിനെ വരിഞ്ഞു കെട്ടാൻ സാധിച്ചില്ല. പിന്നീട് അങ്ങോട്ട് ഇന്ത്യ അനായാസമായിട്ട് കളി ജയിച്ചു. അങ്ങനെ ഇപ്പോൾ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയുമായിട്ട് ആദ്യത്തെ ഏകദിനത്തിൽ ജയിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഈസിയായിട്ട് ഇന്ത്യ കളി ജയിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്ക് ഒരു എതിരാളി പോലുമല്ലായിരുന്നു. അങ്ങനെ ഇന്ത്യ പരമ്പരയിൽ 1-0 മുന്നിലായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.